മാന്നാർ കലാക്കേസിലെ പ്രതികൾ റിമാൻഡിൽ. പോലീസ് കസ്റ്റഡിയിലായിരുന്ന പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 9 ദിവസമായി 3 പ്രതികളും പോലീസ് കസ്റ്റഡിയിലായിരുന്നു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജി, പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്, ഈ പ്രതികളുടെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോലീസിന്റെ മുൻപിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പ്രതിയാണെന്ന് പറയുന്ന അനിൽകുമാറിനെ ഇതുവരെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതൊരു വലിയ പ്രതിസന്ധിയാണ്. തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസിലെ പ്രധാന പ്രതി എന്ന് പോലീസ് സംശയിക്കുന്ന അനിൽകുമാറിനെ ഇനിയും നാട്ടിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഈ അന്വേഷണം തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും അനിൽകുമാർ ഇപ്പോഴും വിദേശത്താണ്. പക്ഷേ വിദേശത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനോ രക്ഷപ്പെടാതിരിക്കുന്നതിനോ വേണ്ടിയിട്ട് ശക്തമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് കോടതിയെ കൊണ്ട് ഇടപെടിയിച്ചുകൊണ്ട് ഇയാൾക്കെതിരെ അറസ്റ്റ് വാറണ്ടും അതോടൊപ്പം തന്നെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസൊക്കെ തന്നെ പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലും ഈ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇയാളെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടമ്പ. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഉൾപ്പെട്ടുവെന്ന് കരുതുന്ന 3 പേരെയാണ് കഴിഞ്ഞ 9 ദിവസമായിട്ട് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത് വന്നിരുന്നത്. ഇവരെ വിവിധ സ്റ്റേഷനുകളിൽ എത്തിയാണ് ചോദ്യം ചെയ്തത്. ആദ്യം 6 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് റിമാൻഡ് ചെയ്തെങ്കിലും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ 3 ദിവസത്തേക്ക് കൂടി ചോദ്യം ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തെ ഒരു സാമുദായിക സംഘടനയിലെ ഉൾപ്പോരാണ് ഇതിന്റെ ഈ വിഷയങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരാൻ കാര്യം. ഇതിന്റെ വിഷയങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ കലയുടെ കൊലപാതകം അല്ലെങ്കിൽ കലയെ കൊല ചെയ്യപ്പെട്ടത് കണ്ടു എങ്കിൽ പോലും ഈ 14 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഈ കേസുകളൊക്കെ തന്നെ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുമ്പത്തിൽ പിടിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദുഷ്കരമായ ജോലി തന്നെയാണ്. അത്തരം പ്രവൃത്തിയിലേക്കാണ് പോലീസ് ഇപ്പോൾ പോകുന്നത്. ഇനി നാട്ടിൽ അനിൽകുമാറിനെ എത്തിച്ചാൽ മാത്രം ശരി, വ്യക്തമാണ് കാര്യങ്ങൾ. ഏതായാലും ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇപ്പോൾ പോലീസിന്റെ മുൻപിലുള്ള ഒരു പ്രതിസന്ധിയായി നിൽക്കുകയും ചെയ്യുന്നത്. വിവരങ്ങളാണ് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്.